നമസ്കാരം, എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് ആണ്, ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണ്. ഇന്ന് ഞാൻ പറയാൻ വരുന്ന വിഷയം നമ്മൾ കോൺക്രീറ്റിൽ പൈപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ എന്റെ ഒരു ക്ലയന്റ് എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് ഒരു 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. അവിടെ ആകെ ഇലക്ട്രീഷ്യന്മാർക്ക് പൈപ്പ് ഇടാൻ കിട്ടിയ സമയം ഒരു ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ്. അപ്പം ഈ കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചില സിവിൽ എഞ്ചിനീയേഴ്സ് എപ്പോഴാണ് അവർ കമ്പി കെട്ടി തീരുന്നത് ആ സമയത്താണ് പറയാ പിന്നെ നാളെ കോൺക്രീറ്റ് ഉണ്ടാവും, മറ്റന്നാൾ കോൺക്രീറ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ എപ്പോഴും നമ്മുടെ ക്ലയന്റ് സൈഡിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ കോൺക്രീറ്റിന്റെ മുന്നോടെ ഒരു 2 ദിവസമെങ്കിലും, ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന വീടാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു 2 ദിവസം തന്നെ നമ്മൾ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട്, കോൺക്രീറ്റിൽ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഈ പ്രോസസ് എന്ന് പറയുന്നത് വളരെയേറെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു വ്യക്തമായ ഇലക്ട്രിക്കൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യണം. അതായത് പൈപ്പിംഗ് ലേഔട്ട് എന്തൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടാക്കണം. നമ്മൾ ജിപ്സം ബോർഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് LED ലൈറ്റുകൾ, അതായത് LED ബോക്സുകൾ നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫാൻ പോയിന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക. അതിന് നമ്മൾ ഇനീഷ്യലി ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. കോൺക്രീറ്റിലിടുന്ന പൈപ്പ് എപ്പോഴും ഹെവി ഗേജ് പൈപ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതായത് ISA മാർക്കുള്ള ഹെവി ഗേജ് 19 mm ഇല്ലാന്നുണ്ടെങ്കിൽ 20 mm, അതിൻ്റെ മുകളിലേക്ക് പോകണ്ട. എന്തുകൊണ്ടാണ് ഈ ഹെവി ഗേജ് പൈപ്പ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്? അതായത് നമ്മൾ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് വർക്കേഴ്സ് അതിൻ്റെ മുകളിലൂടെ ചവിട്ടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വൈബ്രേറ്ററൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടും, പൈപ്പ് പൊട്ടും. ലോ ക്വാളിറ്റി പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ ഇത് പൊട്ടാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ ഹെവി ഗേജ് പൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടില്ല. പൊട്ടിക്കഴിഞ്ഞാലുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്രൗട്ട് ഇതിലേക്ക് പൈപ്പിലേക്ക് ഇറങ്ങുകയും പിന്നീട് നമ്മുടെ പൈപ്പ് ബ്ലോക്ക് ആകുകയും നമ്മൾ ആവശ്യമുള്ള സമയത്ത് വയർ പുള്ളി ചെയ്താൽ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കോൺക്രീറ്റ് ഇടുമ്പോൾ 20 mm or 19 mm ഹെവി ഗേജ് ISA പൈപ്പ് തന്നെ യൂസ് ചെയ്യുക. അടുത്ത കാര്യം, നമ്മൾ പൈപ്പ് ലേ ചെയ്യുന്ന സമയത്ത് ജംഗ്ഷൻ ബോക്സും ബെൻഡൊക്കെ വരുന്നിടത്ത് നല്ല സോൾവെൻറ്റ്, അതായത് നല്ല കമ്പനിയുടെ നല്ല സ്റ്റാൻഡേർഡ് സോൾവെൻറ്റ് തന്നെ യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം തന്നെയാണ്. നമ്മൾ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മളത് നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല സോൾവെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളത് ഒട്ടിച്ച് വെക്കണം. പൈപ്പ് ഇടുമ്പോൾ തന്നെ നമ്മൾ കമ്പി ഇട്ടിട്ട് 2 സൈഡിലും കെട്ടിയിടണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ച സ്ഥലത്തു നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടേക്കും മാറിപ്പോവും. അതായത് നമ്മളിപ്പോൾ പോയിൻ്റൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ LED ബോക്സും അതുപോലെ തന്നെ ജംഗ്ഷൻ ബോക്സൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പൈപ്പ് ഇടുന്ന സമയത്ത് തന്നെ കമ്പി ഇട്ടിട്ട് നമ്മൾ 2 സൈഡിലും നല്ലോണം ടൈ ചെയ്തിടണം. കോൺക്രീറ്റിൽ ഒരു കാരണവശാലും ഒരുപാട് പൈപ്പ് ഇടാൻ പാടില്ല. ഒരുപാട് പൈപ്പുകൾ നമ്മൾ കോൺക്രീറ്റിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഇനീഷ്യലി തന്നെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെ വേണോ അത് ആവശ്യമുള്ളത് മാത്രം നമ്മൾ പൈപ്പിംഗ് കോൺക്രീറ്റിൽ ചെയ്താൽ മതി. നമ്മൾ ഈ LED ജംഗ്ഷൻ ബോക്സ് ഒക്കെ വെക്കുന്നിടത്ത് നമ്മൾ താഴെ ഒരു കുറച്ച് പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് നമ്മൾ ഈ ജംഗ്ഷൻ ബോക്സ് വെച്ചതെന്നുള്ളത്.